വിശുദ്ധമായ ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ 7 സൂറത്തുകളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇബ്ലീസിന്റെയും കഥ പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ബഖറയിൽ, അതുപോലെ അഅറാഫ്, ഹിജ്ർ, ബനു ഇസ്രായേൽ, കഹ്ഫ്, ത്വാഹ, സൂറത്തു സ്വാദ് തുടങ്ങിയിട്ടുള്ള സൂറത്തുകളിലൊക്കെ ഇബ്ലീസും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജന്മശത്രു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ്, ഒരു വ്യക്തിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിന്റെ 11-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു തആല ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലം യകും മിനസ് സാജിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാം നിങ്ങളുടെ സൃഷ്ടി ആരംഭിച്ചു, മനുഷ്യനെ സൃഷ്ടിപ്പ് അല്ലാഹു തആല തുടങ്ങി. സുമ്മ സവ്വർനാകും, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആകാര സവിഷ്ടവുമായ നല്ല സുന്ദരമായ ആകാരങ്ങളെ, രൂപങ്ങളെ മനുഷ്യൻ അല്ലാഹു തആല നൽകി. നല്ല സുന്ദരമായ രൂപത്തിൽ തന്നെ റബ്ബ് തആല നമ്മെ പടച്ചു. അപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ, തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഇത്രയും നല്ല സുന്ദരമായ സൃഷ്ടിപ്പ് നടത്തുന്നത് ആരാണെന്ന് റബ്ബ് ചോദിക്കുന്നുണ്ട്. അപ്പോ അല്ലാഹു തആല ആ സൃഷ്ടിപ്പ് നടത്തിയതിന് ശേഷം മനുഷ്യരെ പടച്ചു. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു തആല പടച്ചത്. എന്നിട്ടോ ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ മലക്കുകളുടെ ഉസ്താദായിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹാ قال رسول الله صلى الله عليه وسلم خلقت الملائكة من نور. അല്ലാഹു തആല മലക്കുകളെ പടച്ചത് പ്രകാശത്തിൽ നിന്നുകൊണ്ടാണ്, നൂറിൽ നിന്നുകൊണ്ടാണ്. വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ. അല്ലാഹു തആല ജിന്നുകളെ പടച്ചിട്ടുള്ളതോ തീയിൽ നിന്നുകൊണ്ടാണ്. മിൻ മാരിജിൻ മിൻ നാർ എന്നിട്ടുള്ള പറയുകയാണ് ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വഖുലിക ആദമു മിമ്മാ ഉസിഫ ലക്കും. ആദം സന്തതികളെ പടച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നുകൊണ്ടാണ്. കുലുക്കും മിൻ ആദം വാദം മിൻ തുറാബ്. അപ്പൊ ഈ 3 രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. സഹീഹ് മുസ്ലിമിന്റെ 2996-ാമത്തെ ഹദീസായിട്ട് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അവിടുന്ന് സഹീഹിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചിട്ട് മനുഷ്യരുടെ നേതാവായ ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞു, ലം യകും മിനസ് സാജിദീൻ, ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോഴോ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. അല്ലാഹു തആല എന്താണ് സുജൂദ് ചെയ്യാത്തതെന്ന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, കാലമാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ്. മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദമിനെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ്? ഞാൻ മലക്കുകളുടെ ഉസ്താദല്ലേ എന്നുള്ള ഒരു അഹങ്കാരം പിശാചിൻ അതിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്തി. അപ്പോഴെന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്, ഖാല അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ.
قال إنك من المنظرين قال فبما أغويتني لأقعدن لهم صراطك المستقيم. അള്ളാഹിനോട് പറഞ്ഞു, സ്വർഗത്തുനിന്ന് പുറത്താക്കാൻ വേണ്ടി അള്ളാഹു തആല തുനിയുന്ന സമയത്ത് ഖാല അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, പടച്ചോനെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്കൊരു അവസരം തരണേ അല്ലാഹ്. അള്ളാഹിനോട് കേണു പറഞ്ഞു, കാരുണ്യവാനായ റബ്ബിനോട് കേണു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല ഇന്നക മിനൽ മുൻദിരീൻ, റബ്ബ് തആല അതിനുള്ള ഒരു അവസരം കൊടുത്തു. അപ്പൊ പറഞ്ഞു ഖാല ഫബിമാ അവൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, എന്നെ വഴികേടിലാക്കിയതുപോലെ മനുഷ്യരെയും ഞാൻ എന്ത് ചെയ്യും? വഴികേടിലാക്കും. അള്ളാഹിനോട് അന്ന് അവൻ പറഞ്ഞതാണ്. അതിനുശേഷം അവൻ പറയുകയാണ്, ഞാൻ അവരുടെ മുൻഭാഗത്തോട് വരും. ഞാൻ പിൻഭാഗത്തോടി വരും, വലതു ഭാഗത്തോടി ഇടതു ഭാഗത്തോട് ഒക്കെ എന്ത് ചെയ്യും? അവരെ ഞാൻ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രതിജ്ഞ നടത്തിയയാളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? ഖാല ഖുർജ മിൻഹാ മദ്ഊമൻ മദ്ഊറ ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. അവനെ പിന്തുടർന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അന്ന് റബ്ബ് തആലയുമായി നടത്തിയ സംഭാഷണത്തിൽ വെച്ചുകൊണ്ട് പിശാചിന്റെ മറുപടിക്ക് അല്ലാഹു തആല പറഞ്ഞതാണ്, അതേ സമയത്തോ നല്ല ആളുകൾ, എന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരെ നിനക്ക് വഴികേടിലാക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറഞ്ഞപ്പോ പിശാച് പണി അവിടെ തുടങ്ങിയതാണ്. തഫ്സീറുകൾ നോക്കിയാൽ കാണാം, ويا آدم اسكن أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. നീചനും ആട്ടിയോടിക്കപ്പെട്ടവനുമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ അവിടെ നിന്ന് പുറത്താക്കിയ സമയത്ത് ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. എങ്ങനെയാണ് ശ്രമിച്ചതെന്നറിയോ? റബ്ബ് പറഞ്ഞു, ഒരു മരത്തിൽ നിന്നുകൊണ്ട് മാത്രം നീ കായ്ക്കനികൾ ഭക്ഷിക്കരുത്, ബാക്കി എല്ലാം കഴിച്ചോ, എല്ലാം നിനക്ക് ഹലാലാക്കിയിരിക്കുന്നു, പക്ഷേ അതിൽ നിന്നുകൊണ്ട് മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായെന്നറിയോ? إلا أن تكونا ملكين أو تكونا من الخالدين فوسوس لهما الشيطان പിശാച് അവരെ വസ്വാസിലാക്കി. പിശാച് എന്ത് ചെയ്തു? അവരിലേക്ക് മോശമായ ചിന്തകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി അവരെ വസ്വാസുണ്ടാക്കി. ഗോപ്യമായി വച്ചിരുന്ന, മറച്ചു വച്ചിരുന്ന അവരുടെ ഔറത്തുകളെ പരസ്പരം വെളിവാക്കാൻ തുടങ്ങി. അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ മരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കഴിക്കരുതെന്ന് റബ്ബ് പറഞ്ഞതെന്നറിയുമോ? ഈ മരത്തിൽ നിന്നുകൊണ്ടെങ്ങാനും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മരണമുണ്ടാവില്ല. നിങ്ങൾ മലക്കുകളുടെ പോലെയാവും. ഈ മരത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്നുകൊണ്ട് പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മലക്കുകളുടെ പോലെയാവും. അതുകൊണ്ടാണ് നിങ്ങളോട് കഴിക്കരുതെന്ന് റബ്ബ് പറഞ്ഞത് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. അപ്പോ എന്തായി? മഹാനായ ആദം നബിക്കൊരു മോഹം, മലക്കുകളുടെ പോലെ ആവണേ പിന്നെ സുഖാണല്ലോ, മരണം ഉണ്ടാവൂല, കലാകാലം റബ്ബിന് വേണ്ടി ഇങ്ങനെ ഇബാദത്തിലായിട്ട് കഴിയാമല്ലോ എന്നുള്ള ഒരു ചിന്ത മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് വന്നുപോയി. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ അതിനെന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും ആ മരത്തിൽ നിന്നുകൊണ്ട് ഭക്ഷിച്ച സമയത്ത് فدلاهما بغرور فلما ذاق الشجرة بدت لهما سوعاتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما تلكما الشجرة وأقل لكما إن الشيطان لكما عدو
മുബീൻ. ഫലമ്മാ ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാക ശജറത ബദത് ലഹുമാ സൗഅതുഹുമാ. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ കൂടെ കൂടിയിട്ട് മഹാനായ അല്ലാമ ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസും സ്വർഗ്ഗത്തിൽ ഒരുപോലെയായിരുന്നു. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന് സ്ഥാനം വന്നപ്പോൾ ഇബ്ലീസ് എങ്ങനെയെങ്കിലും ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള വാശിയോട് കൂടിയിട്ടായിരുന്നു ആദം നബിയുടെ കൂടെ കൂടിയത്. അങ്ങനെ അതിൽ നിന്നുകൊണ്ട് ഭക്ഷിപ്പിച്ച സമയത്ത് വസ്ത്രം അങ്ങ് അഴിഞ്ഞുപോയി, ഔറത്ത് വെളിവാവാൻ തുടങ്ങി. മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിന്നുകൊണ്ട് പുറത്തു കടക്കണം. കരഞ്ഞ് ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ റബ്ബ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ. തീർച്ചയായും പിശാച് എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. ഖാലഖ്ബിതു ബഅദുകും ലിബഅദിൻ അദുവ്വു വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കി. ഖാലഖ്ബിതു ബഅദുകും ലിബഅദിൻ അദുവ്വു വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. പിന്നെന്തെയ്തു? മനുഷ്യർക്ക് ജീവിതവും മരണവും ഒക്കെ അല്ലാഹു തആല നിശ്ചയിച്ചു. സ്വർഗ്ഗത്തിൽ നിന്ന് റബ്ബ് പുറത്താക്കി. അങ്ങനെയാണ് ഭൂമി ലോകത്തേക്ക് മനുഷ്യൻ വന്നത്. അതിന് കാരണക്കാരൻ ആരാണ്? മനുഷ്യനുണ്ടായ എല്ലാ സൗഭാഗ്യങ്ങളും നശിപ്പിക്കാൻ കാരണക്കാരൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അവിടുന്ന് പഠിപ്പിച്ചു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിറൂഹു അദുവ്വ ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സയ്യിർ. നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് അത് പിശാചാണ്. തഫ്സീർ സഅദിയെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പിശാചിന് നമ്മളെ കാണാം, പക്ഷെ നമുക്ക് പിശാചിനെ കാണാൻ പറ്റില്ല. പിശാചിനെ നമ്മളെ കാണാൻ കഴിയും, പക്ഷേ നമുക്ക് പിശാചിനെ കാണാൻ പറ്റില്ല. അവിടെയാണ് അവന്റെ വിജയമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളുടെ രക്തം സഞ്ചരിക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ പിശാച് കയറിയിട്ട് അവന്റെ ആ പണി അവൻ നടത്തും. അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ ശത്രുവായി കരുതിയിട്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ, മനുഷ്യൻ ഉന്നതമായി ശ്രേണിയിലേക്ക് എത്തിപ്പെടേണ്ട ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം കടന്നു വന്നിട്ട് പിശാച് പണി നടത്തും. മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാത്മാവാണ്, ഇൽമിന്റെ ബഹറാണ്, ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയ മഹാത്മാവാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, തൽബീസു ഇബ്ലീസ് എന്നാണ് അതിന്റെ പേര്. ഇബ്ലീസിന്റെ ചതിക്കുറിയിൽ അതിന് പറയുന്നുണ്ട്, ഓരോ മനുഷ്യനെയും പിശാച് ഏത് രൂപത്തിലാണ് പിഴപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലായിരിക്കും അവനെ പിഴപ്പിക്കുക. ഒരുപക്ഷെ ഒരു പണ്ഡിതനായ മനുഷ്യൻ അവൻ ഇൽമു പഠിച്ച ആളാണെങ്കിൽ ആ ഇൽമിന്റെ വഴിയിലൂടെയായിരിക്കും അവനെ പിഴപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരു സമ്പന്നനായ മനുഷ്യനാണെങ്കിലോ അവന്റെ ആ സാമ്പത്തികമായ കാര്യങ്ങളിലൂടെ കടന്നു ചെന്നിട്ടായിരിക്കും അവനെ പിശാച് പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഓരോ മനുഷ്യരുടെയും കുറവുകൾ എന്താണെന്ന് നോക്കിയിട്ട് ആ വീക്ക്നെസ്സുകളിൽ കടന്നു ചെന്നിട്ട് പിശാച് അവനെ പിഴപ്പിക്കുമെന്ന് മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ജംറകളിൽ കല്ലെറിയുന്ന ഈ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സുന്ദരമായ തീരുമാനം, ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ ബലിയറുക്കാൻ വേണ്ടിയിട്ട് റബ്ബ് തആല കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന നിറവേറ്റാൻ വേണ്ടി ചെന്ന സമയത്ത് അതിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഇബ്ലീസ് ചെല്ലുകയാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ കല്ലെറിഞ്ഞുകൊണ്ട് പിശാചിനെ ഓടിക്കുന്നത്. അതിന്റെ പ്രതീകമായിട്ട് ജംറത്തുൽ അഖബയിലും ജംറത്തുൽ ഊലയിലും ജംറത്തുൽ ഉസ്തയിലും എല്ലാം ഹാജിമാര് കല്ലെടുത്തിട്ടുകൊണ്ട് എറിയുകയാണ്. ആ കർമ്മം
ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം കൂടിയാണ്. അതിന് എന്തെങ്കിലും കുറ്റങ്ങൾ വന്നെങ്കിൽ, കുറവുകൾ വന്നെങ്കിൽ അതിന് പകരമായിട്ട് ബലി സമർപ്പിക്കണമെന്ന്, ബലി ഇറക്കണമെന്ന് പരിശുദ്ധമായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എടുത്തിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ പിശാചിനെതിരെ കല്ലെറിയുന്ന ഈ സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഭൗതികമായ ലോകത്തെ ശത്രുക്കളല്ല. കാരണം നമ്മുടെ ബിസിനസ്സിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ ഉയർച്ച കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മറ്റെങ്കിലും നേട്ടം കണ്ടിട്ട് അസൂയപ്പെടുന്ന നമ്മുടെ ശത്രുവുണ്ടല്ലോ, അവനൊരു പക്ഷെ ഭൗതികമായ ലോകത്തെ നമുക്ക് ശത്രുവായിട്ടുണ്ടാവുകയുള്ളൂ. അവനെ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് അള്ളാന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരുപാട് കൂലി കിട്ടും. അവന്റെ ഉപദ്രവങ്ങൾ സഹിക്കുമ്പോൾ, അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതിജീവിക്കുമ്പോൾ, ക്ഷമയോടുകൂടിയിട്ട് അതിനെ നേരിടുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്നുകൊണ്ട് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. പക്ഷേ ഇബ്ലീസ് അതല്ല. ഇബ്ലീസ് ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും അവൻ നശിപ്പിക്കും. ഒരുത്തരെ വഷളാക്കാൻ പറ്റുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ കടന്നു ചെന്നിട്ട് അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. പല ആളുകളും ഒരു നിമിഷം ഇബ്ലീസിന്റെ ചതിക്കുഴിയിൽ പെട്ടുകൊണ്ട്, ഒരു നിമിഷത്തെ ദൗർബല്യത്തിൽ പെട്ടുകൊണ്ട് അവൻ ഏതെങ്കിലും മരുതായ്മകളിലേക്ക് പോകുമ്പോൾ അവന്റെ ജീവിതം തന്നെ നശിക്കുകയാണ്. മഹാന്മാരായ ഉലമാക്കൾ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിമുൽ ജൗസിയെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട്, നല്ല ആബിദായ വ്യക്തിയായിരുന്നു, നല്ല തഖ്വയുള്ള വ്യക്തിയായിരുന്നു, നല്ല ഇൽമുള്ള, എല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയാളെ എങ്ങനെയാണ് പഴപ്പിക്കുക എന്ന് ഇബ്ലീസ് പലതവണ ചിന്തിച്ചു. പല വഴികളും നോക്കി നടന്നില്ല. അവസാനം അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഫിക്റിലും ശുക്രിലുമായി കഴിയുന്ന ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു ആബിദിന്റെ വേഷം കെട്ടുകയാണ്. നല്ല താടി, നല്ല തലപ്പാവ്, നല്ല നിസ്കാര തയമ്പ്, തസ്ബീഹ് മാല കയ്യിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ വീണു പോകുന്നത് അത്തരം മേഖലകളിലാണല്ലോ സഹോദരങ്ങളെ. ആത്മീയ ചൂഷകന്മാര് കച്ചവടം നടത്തിയിട്ട് പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്യുന്ന ആധുനിക ഔലിയാക്കളായി ചമഞ്ഞ് നടക്കുന്ന ആളുകൾ പലരും അത്തരത്തിലുള്ള വേഷം കെട്ടുകളുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആരിഫീങ്ങളായ ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ ണ്ട്. അവരെ പറ്റിയല്ല പറയുന്നത്. അതേ സമയത്ത് ഇന്ന് കൊറോണ വന്നതോടുകൂടി ഒരുപാട് കച്ചവട താല്പര്യത്തോടുകൂടി ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെയൊക്കെ അടുക്കൽ ചെല്ലുമ്പോ അവരുടെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് ആളുകൾ ചുംബിക്കുന്നത് കാണുമ്പോ അത്ഭുതം തോന്നിപ്പോവുകയാണ്. ഇതുപോലെ ബർസീസ എന്ന് പറയുന്ന ഈ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വേഷം കെട്ടിയിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇബാദത്തിലായി കഴിയുന്നു. ഈ മനുഷ്യൻ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ പോകുന്നു. ഇതൊന്നും ചെയ്യാതെ പിശാച് ഔലിയായിട്ട് ചമഞ്ഞിങ്ങനെ അവിടെ നിന്ന് ദിക്ർ ചൊല്ലുന്നു. ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും തന്നെയില്ല, എല്ലാ സമയവും ഇബാദത്ത്. ഇത് കണ്ടിട്ട് ഈ മനുഷ്യൻ അത്ഭുതം തോന്നി. അല്ലാമാ ഇബ്നു ഖയ്യിമുൽ ജൗസി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ അത്ഭുത പരതന്ത്രനായിട്ട് ചെന്നുകൊണ്ട് ചോദിച്ചു, ഗുരു, ഇത്രയും വലിയ ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ഇത്രയും വലിയ ഔന്നിത്യത്തിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് ഇന്ന പാനീയം കുടിച്ചാൽ മതി, അത് കുടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ടവരെ, കള്ള് കുടിക്കാനാണ് പറയുന്നത്. നേരെ ചൊവ്വെ പറഞ്ഞ ബർസീസ കുടിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹിക്മത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നു. മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കണ്ട ഒരു പെണ്ണിനെ കേറി പിടിക്കുകയാണ്. ആ പെണ്ണുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീയുടെ ഭർത്താവ് വന്നപ്പോൾ അയാളുമായിട്ട് കലഹമുണ്ടാക്കുന്നു, അയാളെ കൊലപ്പെടുത്തുന്നു. ആലോചിച്ചു നോക്കണേ, കള്ളു കുടിച്ചു, വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു.
അവസാനം ഇതിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി ചോദിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപ്പെട്ടാൽ മതി, ഞാൻ നിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം. അങ്ങനെ പിശാചിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് പിശാചിനെ പ്രണമിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോവുകയാണ് ബർസീസ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ സംഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വലിയ ഗുണപാഠമുണ്ട് സഹോദരങ്ങളെ. പിശാച് നമ്മളെ പഴപ്പിക്കാൻ പല മാർഗങ്ങളിലൂടെ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. അപ്പോൾ ജാഗരൂകയായിട്ട് ആ പിശാചിന്റെ കെണിവലകളെ പറ്റിയിട്ട് നല്ല ബോധ്യത്തോട് കൂടിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ എന്ന ആ നല്ല മനസ്സിന്റെ ഉടമയായ ആ സ്ത്രീ നമുക്കൊക്കെ മാതൃകയാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്ന് പിശാച് പലതവണ പറഞ്ഞു നോക്കി, നിന്റെ മകനെ നിന്റെ ഭർത്താവ് കൊല ചെയ്യാൻ പോവുകയാണല്ലോ, എന്നിട്ട് നീ നോക്കി നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് എന്റെ ഭർത്താവ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഉദാത്തമായ വ്യക്തി പ്രഭാവത്തിന്റെ സുന്ദരമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പിശാചിനെതിരെയുള്ള സമരത്തിന് നമ്മൾ ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പെരുന്നാൾ സുദിനത്തിൽ തന്നെ എത്ര പേര് സുബഹി നമസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആലോചിച്ച് നോക്കാം. പള്ളിയിലൊക്കെ ആള് കുറഞ്ഞു വരാണ്. ഈമാനികമായി മൂല്യശോഷണം സംഭവിച്ചു വരികയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ കാണും, അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. പണ്ടുണ്ടായിരുന്ന പോലെയല്ല വാഹന സൗകര്യങ്ങൾ, എമ്പാടും പള്ളികൾ കാടുപിടിച്ച് പ്രയാസപ്പെട്ട് കിടന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ നാടുകളൊക്കെ തെളിഞ്ഞു. എല്ലാവിധ അനുഗ്രഹങ്ങളും റബ്ബ് തആല നമുക്ക് ചെയ്തു. പക്ഷെ ആ റബ്ബിന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജമാഅത്തിന്റെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും കാര്യമായി ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുക. പിശാച് നമ്മളെ പഴപ്പിക്കാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടു കൂടി ജംറയിൽ കല്ലെറിയപ്പെടുന്ന ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ നല്ല ഒരു പ്രതിജ്ഞ എടുത്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തയ്യാറാവുക.